ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിയ വ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കർഷകരായ കന്നുകാലി പ്രേമികളുടെ ആവേശമായ കാളപ്പൂട്ട് മത്സരം അഥവാ മരമടി മത്സരത്തെ കുറിച്ചാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കാളപ്പൂട്ട് മത്സരം അഥവാ മരമടി മത്സരത്തെ കുറിച്ചാണ്. മലബാർ മേഖലയിൽ കാളപ്പൂട്ട് മത്സരമെന്നും തൃശ്ശൂരിനപ്പുറത്തേക്ക് മരമടി മത്സരമെന്നും ആളുകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നു. ഈ അടുത്ത കാലത്തായി ഞങ്ങളുടെ ഗ്രാമത്തിലും ഇതുപോലെ ഒരു കാളപ്പൂട്ട് മത്സരം നടക്കുകയുണ്ടായി. അമ്പത്തേഴ് ജോഡി കന്നുകാലികളെ അണിനിരത്തിക്കൊണ്ടായിരുന്നു ആ മത്സരം അരങ്ങേറിയത്. സത്യത്തിൽ ഇത് ഒരു കരയുടെ ഉത്സവമായിട്ടാണ് കാളപ്പൂട്ട് പ്രേമികൾ കൊണ്ടാടിയത്. വൈദഗ്ധ്യമുള്ള കാളകളുടെയും വിദഗ്ധരായ പൂട്ടുകാരുടെയും സംഗമവേദി കൂടിയാണ് ഇത്തരം മത്സര ഇടങ്ങൾ. കൊയ്ത്തു കഴിഞ്ഞ് രണ്ടാം വിളവെടുപ്പിനായി ഉഴുതുമറിച്ച വിശാലമായ പാടങ്ങളിൽ ആയിരുന്നു മുൻപൊക്കെ കാളപ്പൂട്ട് മത്സരം നടന്നിരുന്നത്. മലബാറിലെ ഗ്രാമീണരുടെ കാർഷിക ചരിത്രത്തിൻ്റെ ഭാഗമാണ് കാളപ്പൂട്ട് മത്സരം എന്നത്. ഇപ്പോൾ മുമ്പത്തേതിൽ നിന്നും മാറി കാളപ്പൂട്ട് മത്സരത്തിന് മാത്രമായി കണ്ടങ്ങൾ തയ്യാറാക്കി അതിലാണ് മത്സരം നടത്തുന്നത്. ഒരു വലിയ പാരമ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ഇത്തരം പൂട്ടുകൾ നടത്തപ്പെടുന്നു. ഒന്നാം റൗണ്ട് അവസാനിച്ചിരിക്കുന്നത് രണ്ടാം റൗണ്ട് ആരംഭിക്കുകയാണ്. രണ്ടാം റൗണ്ടിൽ ആദ്യമായി നമ്പർ 1 പുഴച്ചാൽ കൂട്ടായ്മ ഇരിങ്ങല്ലൂർ, നമ്പർ 2 പടുശ്ശേരി ജുനൈദ് തൃക്കാരിപ്പറം 3 പി മുബാറക് ആദർശേരി നായർപ്പടി, നമ്പർ 4 TC പ്രദേശ് എടുക്കൽ 5 കന്നങ്കാടൻ ബാപ്പു വെട്ടിക്കാട്ടി 6 VK അനുമാൻ പടപ്പുറം എന്നീ കന്നുളമകൾ കന്നുകൾ തയ്യാറാക്കിയവർ. ഇന്ന് വലിയ രീതിയിൽ നിരോധനവും നിയമപ്രശ്നങ്ങളും നിലനിൽക്കുന്നു. എങ്കിലും ആ വലിയ ചരിത്രം കന്നുകാലി പ്രേമികൾ നിലനിർത്തിപ്പോരുന്നു. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ്റെ ഒരു ആഘോഷമായിട്ടാണ് ഇന്നും കാളപ്പൂട്ട് മത്സരം നടക്കുന്നത്. ജാതിമത മുതലാളി തൊഴിലാളി വ്യത്യാസമില്ലാതെ കാർഷിക വിനോദമായിട്ടാണ് കാളപ്പൂട്ട് മത്സരത്തെ വിശേഷിപ്പിക്കുന്നത്. മണ്ണൊരുക്കി വിത്തുപാകി വളം ചേർത്ത് കാവലിരുന്ന് കർഷകൻ വിളയിച്ചെടുക്കുന്ന വിളകൾക്കപ്പുറം ഒരു ജനതയുടെ ജീവിതം തന്നെയാണ്. ഇന്ന് വലിയ രീതിയിൽ നിരോധനവും നിയമപ്രശ്നങ്ങളും നിലനിൽക്കുന്നു. എങ്കിലും ആ വലിയ ചരിത്രം കന്നുകാലി പ്രേമികൾ നിലനിർത്തിപ്പോരുന്നു. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ്റെ ഒരു ആഘോഷമായിട്ടാണ് ഇന്നും കാളപ്പൂട്ട് മത്സരം നടക്കുന്നത്. ജാതിമത മുതലാളി തൊഴിലാളി വ്യത്യാസമില്ലാതെ കാർഷിക വിനോദമായിട്ടാണ് കാളപ്പൂട്ട് മത്സരത്തെ വിശേഷിപ്പിക്കുന്നത്.
മണ്ണൊരുക്കി വിത്തുപാകി വളം ചേർത്ത് കാവലിരുന്ന് കർഷകൻ വിളയിച്ചെടുക്കുന്ന വിളകൾക്കപ്പുറം ഒരു ജനതയുടെ ജീവിതം തന്നെയാണ്. ആ ജനതയുടെ ഒരു ആഘോഷമാണ് ഈ കാളപ്പൂട്ട് മത്സരത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. കാളകൾ കർഷകന്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവയെ മാറ്റി നിർത്താൻ കർഷകനാവില്ല. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് എന്ന പോലെ, കർണാടകയിൽ കമ്പളം എന്ന പോലെ, മലബാർ മേഖലയിൽ വലിയ ആഘോഷ ആരവങ്ങളോടെ ഏറ്റെടുക്കുന്ന ജനതയുടെ ആർപ്പുവിളികളും ഇതിന് ഉത്സവ പ്രതീതിയാണ് നൽകുന്നത്. പ്രത്യേക ഭക്ഷണവും പ്രത്യേക പരിശീലനവും കൊടുത്തു പരിചരിച്ചു വളർത്തുന്ന ഉരുക്കളെയാണ് മത്സരത്തിൽ ഇറക്കുന്നത്. മൃഗങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്നു എന്നത് ഈ മത്സരത്തിന്റെ മാറ്റ് കുറക്കുന്നു. അതിനാൽ തന്നെ വലിയ നിയമപ്രശ്നങ്ങൾ ഈ മത്സരത്തിലുണ്ട്. മൃഗങ്ങളുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധത്തിന്റെ ഊഷ്മളതയുടെ അടയാളപ്പെടുത്തൽ മാത്രമാണിതെന്ന് കാളപ്പൂട്ട് പ്രേമികൾ പറയുന്നത്. ശരവേഗത്തിൽ ഓടുന്ന കാളകൾ ചെളിയും വെള്ളവും ഉള്ള കണ്ടത്തിലൂടെ കുതിച്ചോടുമ്പോൾ അതൊരു നാടിന്റെ ഉത്സവമായി മാറുകയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻ കാണാം. അതിൽ ആളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതേപോലെ നല്ല അടിപൊളി വീഡിയോയുമായി പിന്നെയും കാണാം. ബൈ.